ആണല്ലോ. ഇന്ന് 142 കോടി ജനസംഖ്യയിൽ അയാൾ എന്തായാലും പൈസ ഉണ്ടാക്കുന്ന ഉറപ്പാണ്. നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഗ്യാരണ്ടി തരാം. ആദ്യമായിട്ട് കേൾക്കുന്നവരോട് പറയാം, നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അയാൾ പൈസ ഉണ്ടാക്കും അല്ലേ? അങ്ങനെ അയാളെ കൂടെ നിന്നിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കിവിടെ. മിനിമം 1000 കോടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആള്. അയാൾക്കില്ലാത്ത ടെൻഷനാണോ വെറും മൊബൈൽ ഫോണിന്റെ വില ഉള്ള നമുക്ക് അല്ലേ? ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാ പറയുന്നതൊക്കെ. നിങ്ങൾ കോമൺ സെൻസോടെ ചിന്തിക്കുക. ഈ ബിസിനസ്സിൽ ഇന്ന് വരുമാനം ഉണ്ടാക്കിയ ഒന്നല്ല 1000 ആളുകളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമുക്കുള്ള പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ ഏത് അവസരം കണ്ടാലും നമ്മളൊരു ഇതുണ്ട്, തട്ടിപ്പാണോ ആണോ ഉള്ളിലുണ്ടോ ആ സംശയം ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളുടെ പല സ്വപ്നങ്ങളും ഇതുപോലുള്ള സംശയങ്ങളാണ് അത് ഇല്ലാതാക്കിയത് എന്നുള്ളത്. നിങ്ങളുടെ പല സ്വപ്നങ്ങളും അല്ലെ? ഇപ്പൊ എനിക്ക് 10ാം ക്ലാസ് പാസ്സാവണം. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്, ഞാൻ പാസ്സായതാണ് പറയാനായിട്ട്. ഓക്കെ, പാസ്സാവണം. ഇദ്ദേഹം 10ാം ക്ലാസ് പാസ്സായ ആളാ. മാഡം എനിക്കറിയാം പാസ്സായത്, എന്നാലും ഞാൻ പറയാം, വെറുതെ പറയാം. ഇദ്ദേഹം 10ാം ക്ലാസ് പാസ്സായില്ല. ഞാൻ ആരെടുത്ത് വന്നിട്ടാ ചോദിക്കണ്ടേ 10ാം ക്ലാസ് പാസ്സാവണമെന്ന്? ആരെടുത്താ? ജയിച്ചതിന്റെ അടുത്തല്ലേ അല്ലേ? ഫിസിക്കായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആരോടാ ചോദിക്കേണ്ടത്? ചെയ്ത ആളുകളോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, ഫിസിക്കായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം നമുക്ക് ഈ ബിസിനസ്സിനൊന്നും വേണ്ട, നമുക്ക് കുഴപ്പമില്ല, ലക്ഷങ്ങളും കോടികളൊന്നും വേണ്ട ആവശ്യമില്ല, നിലവിലുള്ള വരുമാനം കാര്യങ്ങളിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എൻ്റെ ഫാമിലി സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ചിന്തിക്കുന്നവരോട് ഒരു കാര്യം കൂടി എല്ലാ സദസ്സിലും പറയുന്ന കാര്യമാണ്,